പദം കേൾക്കുമ്പോ ഇനി ആരും തേൻ കുടിക്കാതെയാവും. അല്ലോ, ഇതുവരെ അറിഞ്ഞില്ല തേൻ മുഴുവനും ഛർദിയാണെന്ന് ഷമ്മാസ് മൗലവി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കല്ലേ, അപ്പോഴേ തേനാകൂ. ഇതങ്ങോട്ട് അകത്ത് ചെന്ന് 1000 പൂക്കളുടെ മധു ഇതങ്ങ് ശേഖരിച്ച് അതിന്റെ ഭക്ഷണമായി വയറ്റിൽ ചെന്ന് തിരിച്ച് അത് വായിലൂടെ തന്നെ തന്റെ വീട്ടിൽ അത് നിക്ഷേപിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, യഖ്റുജു മിൻ ബുതൂനിഹാ, അതിന്റെ വയറുകളിൽ നിന്നും പുറത്തു വരുന്നു ശറാബുൻ, പാനീയം, മുഖ്തലിഫുൻ അൽവാനുഹു, വൈവിധ്യവർണ്ണങ്ങളിൽ, ഫീഹി ശിഫാഉൽ ലിന്നാസ്, മാനവരാശിക്ക് അതിൽ മെഡിസിനാണ്, വൈദ്യം, അതിൽ മരുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ഫിക്റുള്ള ജനതയ്ക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. അപ്പോ ജോലി പങ്കിട്ടെടുത്ത് സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്ന തേനീച്ചക്കൂട്ടങ്ങളെ പോലെ ഉത്തമ സമുദായമാകണമെന്ന് സൂറത്തുൻ നഹൽ. അല്ലാതെ പിന്നെ ഒരു ഇൻസെക്റ്റിനെ അള്ളാഹു പറഞ്ഞ എന്തിനാ? ഞാൻ ഇന്നലെ ഒരു ഹദീസ് കണ്ട് ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ സമൂഹത്തിന് വെളിച്ചം നൽകി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വയം അങ്ങ് നശിച്ചു പോകരുത്. ജനങ്ങൾക്ക് പ്രകാശം കൊടുക്കുകയും വേണം. സ്വയം ഒരു സമൂഹത്തിന്റെ അസ്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. നോക്കൂ, ഇന്ന് നിരവധി വെല്ലുവിളികൾ ഈ സമുദായം നേരിടുകയാ. എവിടെന്നാ? യൂറോപ്പിൽ നിന്ന്, ജൂത ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന്, സുഹൃത്തുക്കളെ ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്. യുഷികു അൻ തദഅ അലൈകുമുൽ ഉമം, ഇസ്ലാമികേതര സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ ഓടിക്കൂടും. കമാ തദഅൽ അകലതു ഇലാ ഖസ്അതിഹാ, വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത് പോലെ. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു റളിയല്ലാഹു അൻഹും, അവമിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങളന്ന് ന്യൂനപക്ഷമായത് കൊണ്ടാണോ, എണ്ണത്തിൽ ചുരുങ്ങിയത് കൊണ്ടാണോ നബിയെ? ഖാലല, അവിടുന്ന് പ്രവാചകൻ പറഞ്ഞൂല്ല, നിങ്ങൾ എണ്ണത്തിൽ ചുരുങ്ങിയത് കൊണ്ടല്ല, ബൽ അൻതും യൗമൈദിൻ കസീറൂൻ, നിങ്ങളന്ന് എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും. 140 കോടി. എത്ര കോടി? 140 കോടി. ബ്രൂണേ മുതൽ, സുൽത്താൻ ഭരിക്കുന്ന ബ്രൂണേ മുതൽ മൊറോക്കോ വരെ അതാ നീണ്ടു കിടക്കുന്ന 58 മുസ്ലിം രാജ്യം നമുക്കുണ്ട്. മണ്ണുമാന്തിയാൽ പെട്രോളാണ് കിട്ടുന്നത്, സൗന്ദര്യമുണ്ട്, സ്വർണത്തിന്റെ മലകളുമുണ്ട്. എന്നിട്ടും മുസ്ലിമീങ്ങൾ ഇപ്പോ പുറകിൽ പോകാൻ കാരണം എന്താ? നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു, ഇപ്പോൾ നമ്മൾ ചരിത്രം പറയുന്നു, ചരിത്രം സൃഷ്ടിക്കുന്നില്ല. ഇതാണ് വ്യത്യാസം. മുൻഗാമികൾ ചരിത്രം സൃഷ്ടിച്ചു, നമ്മളിപ്പോ അതിങ്ങനെ പറയുകയാണ്. ബദർ കിസ്സപ്പാട്ട് അല്ലേ? ഈയിടെ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഡെൻമാർക്കിൽ ഒരു ഭ്രാന്തൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കാർട്ടൂൺ വരച്ചപ്പോ എനിക്ക് 5 പ്രസംഗം കിട്ടി, ജീവിക്കാൻ വകയായി. ഇത് എങ്ങനെയുണ്ട്? അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? മാതൃകയായിരിക്കണം മറ്റുള്ളവർക്ക്. അള്ളാഹു പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ യുഹയ്യ ലകൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രീ, നീ തഖ്വ മുറുകെ പിടിച്ച് ജീവിച്ചോ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ, നീ ബുദ്ധിമാനാണെങ്കിൽ അല്ലാഹു നിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരും. നീ തഖ്വ മുറുകെ പിടിച്ച് ജീവിച്ചോ, പടച്ചോ നിന്റെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് തരും. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭദ്രത തരുമാറാവട്ടെ. വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി ലമാ അകലൽ ഉസ്ഫൂറു ഷൈഅൻ മഅൻ നസ്രി, ഈ ഭക്ഷണം, ഈ സമ്പത്ത് നിന്റെ മിടുക്ക് കൊണ്ടല്ല ഉണ്ടാകുന്നത്. വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി, നിന്റെ മിടുക്ക് കൊണ്ടാണ് ഈ സമ്പത്തും ഈ റിസ്ഖും ഉണ്ടാകുമായിരുന്നെങ്കിൽ ലമാ കലൽ ഉസ്ഫൂറു ഷൈഅൻ മഅൻ നസ്രി, ഒരു ചെറിയ കുരുവി അതാ പരുന്തിന്റെ കൂട്ടത്തിൽ ആഹരിക്കുകയില്ലായിരുന്നു. ഒരാഹാരം കിട്ടി, ഒരു ശവം കിട്ടിയാൽ ഒരറ്റത്ത് കഴുകനും മറ്റേ അറ്റത്ത് ചെറിയ കുരുവിയും ഭക്ഷിക്കുന്നത് അല്ലാഹു റസാഖായതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരന്മാരെ? അപ്പൊ കാണാം, ഡിസ്കവറി ചാനൽ നോക്കുമ്പോ കാണാം, അതിനകത്ത് അതാ ഉറുമ്പിന്റെ ജീവിതം, തേനീച്ചയുടെ ജീവിതം അല്ലേ?
അപ്പം അതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. അത് കാണുമ്പോൾ അള്ളാഹുവിന്റെ കുദ്റത്ത് നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമ്മൾ അറിയാതെ പാടിപ്പോകും, എന്നുമൻ ജീവിത ഭാഗതയങ്ങളിൽ നന്മതൻ പൂക്കൾ പൊഴിക്കും തരങ്കിണി. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവനാണ് നീ. ശില്പിയാം ആഴിയിൽ അർക്കനിൽ ആമ്പലിൻ ആകാശ നീലിമയിൽ നിന്നെ ദർശിപ്പോ ദൈവമേ. ആദിയും അന്ത്യവും ഇല്ലാത്ത നിന്നിലെ ആത്മസായുജ്യം ലഭിപ്പൂ മഹാമയേ. സർവേശ്വരനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഉത്തമ സമുദായത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, എൻ്റെ വിത്തറ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഉടനെ വേണോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വേണോ? സുഹൃത്തുക്കളെ, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരുടെ വിത്തറ് അവർ ലാസ്റ്റ് ആക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിത്തറ് ലാസ്റ്റ് ആയിരിക്കണം. ഇൻഷാ അള്ളാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഈ നാട്ടിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഒരുപാട് ഉമ്മപെങ്ങന്മാർ ലുഹാ നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് ഉമ്മപെങ്ങന്മാർ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അള്ളാഹു തആല ഈ നാടിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് സ്നേഹനിധികളായ ഈ നാട്, ഈ നാട്ടുകാരെ അള്ളാഹു തആല ദീനിന്റെ കാവൽ ഭടന്മാരായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ സഹോദരിമാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാം സമൂഹത്തിനും മധു നൽകുന്ന തേനീച്ചകളായി മാറണം. അതുപോലെ സമൂഹം നാശത്തിലേക്ക് പോകുമ്പോൾ ആ നേത്രി ഉറുമ്പ് തന്റെ അണികളെ നശിക്കാതെ ഉപദേശിച്ചതുപോലെ സമൂഹത്തെ മുഴുവനും നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന നേതാക്കളായി നിങ്ങൾ മാറണം. ഇൻഷാ അല്ലാ സമൂഹം മുങ്ങിത്താഴുമ്പോൾ ദ്വാരം സൃഷ്ടിക്കാതെ അതാ അഴുക്കിനെതിരെ എല്ലാ നന്മകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി മാറണം. അല്ലാഹു തആല പടച്ചോൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ സഹാബി, ഞാൻ ഒരു ചെറിയൊരു ഹദീസ് കൂടി പറയാം. മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു, അങ്ങ് അകലെ സിറിയയിൽ വാർദ്ധക്യമുള്ള സഹാബി, 80-90 വയസ്സുള്ള സഹാബി, അങ്ങ് അകലെ കുത്തിയിരുന്ന് ഒരു മാവിൻ തൈ, ഒരു ഫലവൃക്ഷം നടുകയാണ്. സുഹൃത്തുക്കളെ, അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന വൃദ്ധനായ നബിയുടെ പ്രിയപ്പെട്ട സഖാവ് സഹാബി അതാ കുനിഞ്ഞിരുന്ന് മണ്ണ് മാന്തി ഫലവൃക്ഷം നട്ടുകൊണ്ടിരിക്കുമ്പോ വേറൊരാൾ അതിലേ ചെന്നു, അല്ല ഈ വയസ്സുകാലത്ത് എന്തിനായി മാവിൻ തൈ ഇവിടെ നടുന്നത്? അപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നാം ഇപ്പോൾ തിന്നുന്ന മാമ്പഴങ്ങളെല്ലാം നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ച മാവിൻ തൈകളാണ് തന്നത്. ഞാൻ ഈ മാവിൻ തൈ നടുന്നത് എനിക്ക് വേണ്ടിയല്ല, വരുന്ന ജനറേഷൻ, ന്യൂ ജനറേഷൻ, നാളെകളിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ്. എന്റെ പ്രവാചകന്റെ ഹദീസാണ് ഞാൻ ഈ മരം പിടിപ്പിക്കുന്നതും ഞാൻ ഈ പരിസ്ഥിതിയുടെ കാവൽക്കാരനാകുന്നതും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസാ ഔ യസ്റഉ സർആ ഫയഅകുലു മിൻഹു ഇൻസാനുൻ ഔ തൈറുൻ ഔ ബഹീമത്തുൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മുസ്ലിം ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ, ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ, അതിൽ നിന്ന് ഒരു മനുഷ്യനോ ഒരു പക്ഷിയോ ഒരു മൃഗമോ ഭക്ഷിച്ചാൽ, ഇല്ലാ കാന ലഹു സദഖ ഔ കമാ ഖാൽ, അതിന് സദഖയുടെ പ്രതിഫലം അള്ളാഹു എഴുതുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മരം നട്ടുപിടിപ്പിച്ചു, ഒരു പേരക്കാമരം, ഒരു പപ്പായ മരം, അതിൽ നിന്നൊരു പച്ചക്കിളി തിന്നാൽ സദഖയായിട്ട് നാളെ നിന്റെ CD കോമ്പാക്ട് ഡിസ്ക്, ഓരോ മനുഷ്യനും അല്ലാഹു 2 ഡിസ്ക് വെച്ചിട്ടുണ്ട്. അതാ മാമിൻ ഖൗലിൻ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കിറാമുൻ കാതിബീനായ 2 മലക്കുകൾ വലതും ഇടതും ഇരിക്കുന്നു. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആ മലക്കുകൾ ഒപ്പിയെടുക്കുന്നുണ്ട് CD-ക്കകത്ത്. ആ CD മരണത്തോടുകൂടി കഴുത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് മലക്കുകൾ പോകും. നാളെ പരലോകത്തിൽ മഹ്ശറയിൽ വെച്ച് ആ CD കിതാബായിട്ട് കയ്യിലേക്ക് വരും. അള്ളാഹു പറയും, ഞാൻ നിന്നെ എന്തിനാണ് ഹിസാബ് ചെയ്യുന്നത്? നിന്റെ കിതാബ്, നിന്റെ CD നീ വായിച്ചു നോക്കൂ. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ.